പുന്നസ്തരകൻ. ഡോക്ടർ പുന്നസ്തരകൻ ഉണ്ടോ? എന്തിനാ? വാടക കൊടുക്കാൻ. അതിലെ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ. ഞാൻ വാടക. പീടികയുടെ അല്ല, ഞാൻ നമ്പ്യാരുടെ മോനാ. ഓ, നമ്പ്യാർ. നമ്പ്യാർ ഈസ് എ ജെന്റിൽമാൻ. നമ്പ്യാരുണ്ടോ അവിടെ? വന്നിട്ടുണ്ട്. സുഖമില്ലാണ്ടിരിക്കുക. എന്നോട് വാടക കൊണ്ട് കിടക്കാൻ പറഞ്ഞു. ആ, നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടാ? ഞാൻ 7ലാ പഠിക്കുന്നത്. എന്നാ വാ. നിനക്കൊരു കാര്യം അറിയോ? ഈ ലോകം അവസാനിക്കാൻ പോവുക. അതായത് ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. വാ. പക്ഷേ നീ ഇതാരോടും പറയരുത്. നമ്പ്യാരോട് പോലും. നമ്പ്യാർ ഈസ് എ ജെന്റിൽമാൻ. നമ്പ്യാരുണ്ടോ? വന്നിട്ടുണ്ട്. ആ, ഞാൻ നിനക്കൊരു സംഗതി കാണിച്ചു തരാൻ പോവുക. പക്ഷെ ആരോടും പറയരുത്. പറയോ? ഇല്ല. ആ, എനിക്ക് ഓർമ്മയൊക്കെ കുറഞ്ഞു. എന്തുകൊണ്ടാന്നറിയോ? വയസ്സായില്ലേ? വയസ്സായതിന്റെ ഒന്നും അല്ല. ലോകം അവസാനിക്കാൻ പോണതിന്റെ ലക്ഷണ. എന്തിന്റെ ലക്ഷണ? ലോകം അവസാനിക്കാൻ പോകുന്നതിന്റെ. എന്ത്? ആ, കണ്ടോ? ഇവൻ ലോകം മുഴുവൻ നശിപ്പിക്കും. കുറച്ചുകൂടി വളരാനുണ്ട്. ആ, ഈ സമരവും ബഹളമൊക്കെ ആയിട്ട് ടൂർണമെന്റ് നടക്കുമോ? ടൂർണമെന്റ് തുടങ്ങുമ്പോഴേക്ക് ഈ മുടിഞ്ഞ കക്ഷികളെ നമ്മൾ പറഞ്ഞു വിടും. പുതിയ ഗവൺമെന്റ് കീഴിൽ അന്തസ്സായിട്ട് ടൂർണമെന്റ് നടത്തുകയും ചെയ്യും. ഗവൺമെന്റിനെ പറഞ്ഞുവിടാന്നൊക്കെ പറയാൻ എളുപ്പാ. നോക്കാം നമുക്ക്. ആ, ജോണി, ലോകം അവസാനിക്കാൻ പോവാ. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നല്ലൊരു ചാൻസ് ആയിരുന്നല്ലേ? ഉഗ്രം ഗോൾ അടിക്കാനൊന്നും പറ്റില്ല. ബോള് പോയി.
വിദ്യാഭ്യാസം മക്കളുടെ വിദ്യാഭ്യാസം പള്ളി വേണ്ട അമ്പലം വേണ്ട ദൈവം വേണ്ട നിങ്ങൾക്ക് ജാതി വേണ്ട മതവും വേണ്ട നീതിയും വേണ്ട നിങ്ങൾക്ക് പള്ളി വേണ്ട അമ്പലം വേണ്ട ദൈവം വേണ്ട നിങ്ങൾക്ക് ജാതി വേണ്ട മതവും വേണ്ട നീതിയും വേണ്ട നിങ്ങൾക്ക് അടികൊണ്ടാലും വെടികൊണ്ടാലും വിറകൊള്ളില്ല മലയാളി അടികൊണ്ടാലും വെടികൊണ്ടാലും വിറകൊള്ളില്ല മലയാളി കാലം പോയി കാലം പോയി ചെമ്പടയുടെ കാലം പോയി കാലം പോയി കാലം പോയി ചെമ്പടയുടെ കാലം പോയി പട്ടാളത്തെ വിളിക്കാൻ പോയ കാവാലികരെ കടന്നുപോ റഷ്യൻ ചെമ്പട വന്നാലും കേരള മക്കൾ കുലുങ്ങില്ല. ഇതാരാന്ന് പറഞ്ഞേട്ട നീ? എന്തേ മനസ്സിലായില്ലേ? ശ്രീധരേട്ടൻ. ഇവളോ? എന്റെ ഭാര്യയാടോ ഇത്? നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? അതെങ്ങനെയാ? കല്യാണത്തിന് വന്നാലല്ലേ? അറ്റ്ലീസ്റ്റ് ഞാനിവളെ ശരിക്കും കെട്ടിയോന്ന് ഉറപ്പിക്കാൻ അമ്മായിക്കെങ്കിലും ഒന്ന് വരായിരുന്നില്ലേ? എടാ, നിനക്ക് നിന്റെ അമ്മോന്റെ സ്വഭാവം അറിഞ്ഞൂടെ? ഞാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് 3 മാസല്ലേ ആയുള്ളൂ. അതിനിടക്ക് നാട്ടിൽ പോവാൻ നിന്റെ അല്ല ദാ ഇവന്റെ കല്യാണം ആയാ പോലും ഈടുന്ന് സമ്മതിക്കൂല. പേരെന്താ? ജയൻ. അമ്മോനും മരുമോനും ഒന്നിച്ച് കുടിക്കല്ലേ? സിഗരറ്റ് വലിക്കാനേ പാടില്ല എന്നുള്ളൂ. അമ്മ എന്താ വിചാരിക്ക? അമ്മ ഇതിനെ കഴിഞ്ഞ് വന്നതല്ലേ? നീ വാ. അതുകൊണ്ടെന്താ? ജയ, നിനക്ക് ഇവിടെ അറിയോ? നന്ദിനിക്കുട്ടി നിന്റെ ഒപ്പരം പഠിച്ചതല്ലടാ. ജയ, ദാ ഗുളിയും കുഞ്ഞും പോ. കുഞ്ഞിക്കൈത്തോറ് പോയിക്കോളി. അന്നാ കുളത്തില് മുങ്ങിച്ചിട്ട് ആരായിരുന്നു നന്ദിനി? എന്ന് അന്ന് കണ്ടത്തിലെ കുളത്തില്